കുട്ടികളിലെ സർഗ്ഗവാസനകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനും അതുവഴി അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട് ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂൾ നടപ്പിലാക്കിയ ടാലന്റ് ലാബ് പദ്ധതി ശ്രദ്ധേയമാകുന്നു. അവധി ദിവസങ്ങളിൽ 4 മുതൽ 6 മണിക്കൂർ വരെ സോഷ്യൽ മീഡിയയിൽ സമയം ചിലവഴിക്കുന്ന കുട്ടികൾ പഠനത്തിലും മറ്റ് കാര്യങ്ങളിലും പിന്നിലാകുന്നുവെന്ന രക്ഷിതാക്കളുടെ നിരന്തര പരാതിയാണ് ഇത്തരമൊരു ആശയത്തിലേക്ക് ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ അധ്യാപകരെ എത്തിച്ചത്. ശനി ഞായർ ദിവസങ്ങളിൽ കുട്ടികൾക്ക് പഠന സമയം കഴിഞ്ഞുള്ള ഒഴിവു സമയങ്ങൾ അവരുടെ സർഗാത്മക വൈഭവം പ്രകടിപ്പിക്കാനുതകുന്ന പ്രവർത്തനങ്ങൾ നൽകുകയാണ് ആദ്യപടിയായി ചെയ്തത്. സ്കൂളിൽ ഈ വർഷം ആരംഭിച്ച ടാലന്റ് ലാബ് പദ്ധതിയിലൂടെയാണ് പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചത്. ലോകകപ്പ് ഫുട്ബോൾ ആവേശം നിറഞ്ഞു നിൽക്കുന്ന സമയമായതിനാൽ ഫിഫ വേൾഡ് കപ്പിൻ്റെ മാതൃക ഒരുക്കാനാണ് ആദ്യമായി കുട്ടികൾക്ക് നിർദ്ദേശം നൽകിയത്. നിരവധി കുട്ടികളാണ് തെർമോക്കോളിലും പേപ്പറിലും മറ്റ് പാഴ്വസ്തുക്കളിലുമായി ഫിഫ ലോകകപ്പിൻ്റെ മാതൃകകൾ തീർത്തത്. ആദ്യ പ്രവർത്തനം വിജയകരമായതോടെ അധ്യാപകരും കുട്ടികളും ആവേശത്തിലായി. പിന്നീട് ബോട്ടിൽ ആർട്ടിലാണ് കുട്ടികൾ തങ്ങളുടെ സർഗാത്മക വൈഭവം പുറത്തെടുത്തത്. ഇപ്പോൾ ഓരോ ആഴ്ചയിലെയും പ്രവർത്തനങ്ങൾ എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് കുട്ടികളെന്നും സ്ക്രീൻ ടൈം കുറഞ്ഞതിൽ മാതാപിതാക്കളും ഹാപ്പിയാണെന്ന് പ്രധാനാധ്യാപിക ജിജിമോൾ ജോണി പറഞ്ഞു. ഈ അധ്യയന വർഷം കുട്ടികൾക്ക് ടാലന്റ് ലാബ് എന്നുള്ള ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ് കുട്ടികൾക്ക് കുറച്ച് വർക്കുകൾ കൊടുക്കുന്നത്. കൂടുതൽ സമയം കുട്ടികൾ ഒഴിവ് ദിവസങ്ങളിൽ മൊബൈലിൻ്റെ പിന്നാലെയാണെന്നാണ് മാതാപിതാക്കളുടെ ഒരു പരാതി. അപ്പം അതിനെ എങ്ങനെ മാറ്റം വരുത്താം എന്നുള്ളൊരു ചിന്തയാണ് ടാലന്റ് ലാബ് എന്നുള്ളൊരു ചിന്തയിലേക്ക് തന്നെ ഞങ്ങൾ വന്നത്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം കുട്ടികൾക്ക് ഒരു വിഷയം കൊടുക്കുകയാണ്. അവരുടെ ക്രിയാത്മകമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ വെള്ളിയാഴ്ച ഒരു പ്രവർത്തനം കൊടുത്തു കഴിഞ്ഞാൽ ശനിയും ഞായറും ഒരു ഒഴിവുള്ള സമയത്ത് അതിരുന്ന് ചെയ്യും. അതിനുശേഷം തിങ്കളാഴ്ച ഇവിടെ കൊണ്ടുവന്ന് അത് പ്രദർശിപ്പിക്കും. ഏറ്റവും നല്ലതിന് UPയും ഹൈസ്കൂളും തലത്തിൽ സമ്മാനം കൊടുക്കുന്നുണ്ട്. ഇതുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പാരൻസിൻ്റെ ഒരു അഭിപ്രായം അവർ കുട്ടികൾ മൊബൈലിൽ നിന്നൊക്കെ മാറി ഒരു കൂടുതൽ സമയം ഇതിനു വേണ്ടി ശ്രമിക്കുകയാണെന്നാണ്. കുട്ടികളുടെ മികച്ച സൃഷ്ടികൾക്ക് ഓരോ ആഴ്ചയിലും സമ്മാനങ്ങളും നൽകുന്നുണ്ട്. ഇതോടെ മത്സരബുദ്ധിയോടെയാണ് ഓരോ വിദ്യാർത്ഥികളും സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. മാനസികോല്ലാസം കണ്ടെത്തുന്നതിനും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിക്കുന്നതായി വിദ്യാർത്ഥികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഞങ്ങൾക്ക് ഈ വർക്കൊക്കെ തരുന്നത്. പിന്നെ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാനാണ് വർക്കൊക്കെ. ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ വർക്കൊക്കെ ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സ്കൂളിൽ സമ്മാനം കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഓരോന്ന് ഭംഗിയായിട്ടുണ്ടാകുമ്പോൾ കുറേ സമയങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് നമ്മൾ സമ്മാനമൊക്കെ ചെമ്പ് തരുന്നുണ്ട്. ഒഴിവ് സമയങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും. ടാലന്റ് ലാബിൻ്റെ പ്രവർത്തനങ്ങൾ HM ചെയ്യാൻ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടാവുക, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ആകാംക്ഷയായിരുന്നു. പിന്നെ ഞാൻ അടുത്ത എന്തായിരിക്കും എന്നുള്ള പ്രതീക്ഷ, സർപ്രൈസാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നുള്ള ഇതിലാണ് എനിക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ ഇപ്പോൾ മൊബൈലിൻ്റെ ഉപയോഗം കുറച്ച് കുറയ്ക്കാൻ പറ്റി. വളരെ ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ചിത്രകലാധ്യാപിക രമ്യ A. ശശിധരൻ്റെ നേതൃത്വത്തിലാണ് സർഗാത്മക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വർക്ക് എക്സ്പീരിയൻസ്, സ്പോർട്സ് തുടങ്ങി പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിൽ സർഗാത്മക ലഹരി പടർത്തുകയാണ് അധ്യാപകരുടെ ലക്ഷ്യം. ലോകം മുഴുവൻ കാൽപന്തിൻ്റെ ലഹരിയിലാണ്. ഇത്തരത്തിലൊരു സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കാനാണ് ലോകരാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതെങ്കിൽ എനിക്ക് ഈ സ്വർണ്ണക്കപ്പ് ലഭിച്ചത് ചെങ്ങാലൂർ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്നാണ്. ഇവിടുത്തെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള ആൻഡ്രോസിൻ്റെ സൃഷ്ടിയാണ് ഈ ഫിഫ വേൾഡ് കപ്പിൻ്റെ മാതൃക. ഇത്തരത്തിൽ നൂറുകണക്കിന് കപ്പുകളും ഒപ്പം ബോട്ടിൽ ആർട്ടുകളുമാണ് ഇവിടുത്തെ കുട്ടികൾ തീർത്തിരിക്കുന്നത്. തീർച്ചയായും സ്കൂളിൽ ഈ വർഷം ആരംഭിച്ച ടാലന്റ് ലാബിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ കുട്ടികളുടെ അവധി ദിവസങ്ങളും ഒഴിവ് സമയങ്ങളും സർഗാത്മക വൈഭവം പ്രകടമാക്കുന്ന നിമിഷങ്ങളാക്കി മാറ്റുക എന്ന അധ്യാപകരുടെ ഒരു ഉദ്ദേശമാണ് കുട്ടികൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ഏതായാലും കുട്ടികളുടെ സർഗാത്മക ലഹരി പടരട്ടെ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.